നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങും ക്യാരറ്റും ക്ലീൻ ചെയ്ത് കുറച്ച് വലിയ പീസുകളായി കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പും വളരെ കുറച്ച് വെള്ളവും ഒഴിച്ച് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒട്ടും വെന്തുടയാത്ത തരത്തിൽ വേവിച്ചെടുക്കണം. ഇനി ഒരു കടായി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ, തക്കോലം ഇതെല്ലാം കടായിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സവാള കനം കുറച്ചരിഞ്ഞത്, 3 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കടായിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കണം. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടു വരുമ്പോൾ എല്ലോട് കൂടിയ 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുത്ത് 1-2 മിനിറ്റ് ഇളക്കി ചിക്കന്റെ പിങ്ക് കളർ മാറി വൈറ്റ് കളർ ആവുമ്പോൾ തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ മുങ്ങിക്കിടക്കുന്ന തരത്തിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് 1/4 ടീസ്പൂൺ ഗരം മസാലയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മൂടി വെച്ച് ചിക്കൻ വേവിക്കണം. 8 അണ്ടിപ്പരിപ്പ് കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു മിക്സിയുടെ ജാറിലേക്ക് അതിട്ട് കൊടുത്ത് തേങ്ങയുടെ 1ാം പാലിൽ നിന്ന് കുറച്ച് അതിലേക്ക് ഒഴിച്ച് അരച്ചെടുക്കണം. അതിനുശേഷം ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഗ്രീൻ പീസ്, പച്ച ഗ്രീൻ പീസാണ്, ക്യാരറ്റും ഉരുളക്കിഴങ്ങ് വേവിച്ചതും ചിക്കനിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി 1/4 ടീസ്പൂൺ ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം 1ാം പാൽ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. അടുത്തതായി ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് ചൂടാക്കി കുറച്ച് സവാള കനം കുറച്ചരിഞ്ഞത് അതിലേക്കിട്ട് വറുത്തെടുക്കണം. സവാള ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് അതിലേക്കിട്ട് വറുത്തതിന് ശേഷം ചിക്കൻ സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കാം.